നമുക്ക് 2 മരങ്ങൾ കാണുവാൻ സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ. സഭാപിതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്, ജീവൻ്റെ വൃക്ഷത്തിന് അർത്ഥം വരുന്നത് പുതിയ നിയമത്തിലാണ്. ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹൈക്കലായുടെ കിഴക്കേ അറ്റത്ത്, എന്നാൽ മദ്ബഹായുടെ പടിഞ്ഞാറേ ഭാഗത്ത്, ഹൈക്കലായിൽ നിന്ന് ഒരു പടി ഉയർന്ന ഒരു തളമുണ്ട്. അതിനാണ് കെസ്ത്രോമ എന്ന് പറയുന്നത്. ഈ കെസ്ത്രോമ എന്ന സ്ഥലം ഗായക സംഘത്തിനും അതുപോലെ തന്നെ മിശംശാനമാരല്ലാത്ത ഡീക്കന്മാരല്ലാത്ത ശുശ്രൂഷികളും നിൽക്കുന്ന സ്ഥലമാണ്. ഈ കെസ്ത്രോമ എന്ന് പറയുന്നത് ഭൗമിക പറുദീസായുടെ പ്രതീകമാണ്. ഭൗമിക പറുദീസ എന്ന് പറഞ്ഞാൽ ആദവും ഹവ്വായും ജീവിച്ച പറുദീസായുടെ പ്രതീകമാണ്. ഈ പറുദീസായിൽ നമുക്ക് 2 മരങ്ങൾ കാണുവാൻ സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ. ഒന്ന് നന്മ തിന്മകളുടെ വൃക്ഷവും അതുപോലെ തന്നെ ജീവൻ്റെ വൃക്ഷവും. ഈ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചപ്പോഴത്തേക്കാണ് മരണം കടന്നു വന്നത് ഭൂമിയിലേക്ക്. എന്നാൽ ആദവും ഹവ്വായും ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം സഭാപിതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്, ജീവൻ്റെ വൃക്ഷത്തിന് അർത്ഥം വരുന്നത് പുതിയ നിയമത്തിലാണ്. ഈ ജീവൻ്റെ വൃക്ഷം എന്ന് സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് ഈശോയാണ്. ഈശോയാണ് ജീവൻ്റെ വൃക്ഷം. ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ, സീറോ മലബാർ പാരമ്പര്യത്തിലും സീറോ മലങ്കര പാരമ്പര്യത്തിലും ദൈവജനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കെസ്ത്രോമയിൽ വന്നിട്ടാണ്. അല്ലെങ്കിൽ കെസ്ത്രോമയുടെ ആഴികളുടെ മുന്നിൽ നിന്ന് കാർമ്മികൻ അല്ലെങ്കിൽ പുരോഹിതർ ഈ കെസ്ത്രോമയിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ദൈവജനത്തിന് നൽകുന്നത്. ഇതിൻ്റെ സുന്ദരമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ജനം ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഓർക്കാം, ഈശോയാകുന്ന ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലമാണ് ഞാൻ ഭക്ഷിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? നിത്യജീവൻ. ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പമാകുന്നു, ഇത് ഭക്ഷിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കും. അതുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഇങ്ങനെ ഒരർത്ഥമുണ്ട് എന്ന് നമുക്കൊന്ന് ഓർക്കാം. ഈ പള്ളിയുടെ ഘടനയിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ബേമ സ്ഥിതി ചെയ്യുന്നത് ഹൈക്കലായുടെ നടുവിലാണ് എന്ന് നമ്മൾ കണ്ടു. ഈ ഹൈക്കലായിൽ നിന്ന് പല പ്രാവശ്യവും കാർമ്മികൻ മദ്ബഹായിലേക്ക് പോവുകയും മദ്ബഹായിൽ നിന്ന് ബേമയിലേക്ക് വരികയും ചെയ്യുന്നുണ്ടല്ലോ. ആ പ്രദക്ഷിണങ്ങളിൽ ഒരു വഴിയുണ്ട്. ആ വഴിക്ക് സ്കാക്കോന എന്നാണ് പറയുന്നത്. അതായത് ബേമയും മദ്ബഹായും കൂടെ ബന്ധിപ്പിക്കുന്ന വഴിക്കാണ് സ്കാക്കോന എന്ന് പറയുന്നത്. ഈ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. വലിയ വിസ്തൃതിയിലല്ല ദേവാലയത്തിൽ ഈ വഴി പണിയുന്നത്, മറിച്ച് ഒരു ഇടുങ്ങിയ വഴിയായിരിക്കും. ഇതിനൊരു കാരണമുണ്ട്. കാരണം മദ്ബഹ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. ഈ മദ്ബഹായിലേക്ക്, സ്വർഗത്തിലേക്കുള്ള വഴി വീതി കൂടിയതല്ല, മറിച്ച് ഇടുങ്ങിയതാണ് എന്ന് ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ദൈവജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സീറോ മലബാർ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ദൈവജനം ഈ സ്കാക്കോന എന്ന ഇടുങ്ങിയ വഴി കാണുമ്പോൾ സുവിശേഷ ഭാഗം ഓർക്കുകയാണ്, ഇടുങ്ങിയ വഴിയിലൂടെ മാത്രമേ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ എന്ന സത്യം. അതുപോലെ തന്നെ ഈ വഴിക്ക് യാക്കോബിൻ്റെ ഗോവണി എന്നും കൂടെ അർത്ഥമുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പൂർവ്വപിതാവായിട്ടുള്ള യാക്കോബിന് ഒരു ദർശനം ഉണ്ടാവുകയും ആ ദർശനത്തിൽ മാലാഖമാർ ഒരു ഗോവണിയിൽ സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദർശനം. അപ്പോൾ ഇത് സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവണിയാണ് ഈ ഇടുങ്ങിയ വാതിൽ എന്ന ഓർമ്മപ്പെടുത്തലും കൂടെ സ്കാക്കോന നമുക്ക് തരുന്നു.